ഹായ്, CPM-ലെ വിഭാഗീയത നമ്മൾ പലതവണ ചർച്ച ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. തിരുവനന്തപുരത്ത് ഇപ്പോൾ അതിശക്തമായിട്ടുള്ള വിഭാഗീയത ഉണ്ട് എന്നത് വീണ്ടും ഇതാ ഉയർന്നിരിക്കുന്നു. മുമ്പ് തിരുവനന്തപുരത്ത് ഒരു പാർട്ടി സെക്രട്ടറിയെ തിരഞ്ഞെടുക്കാൻ തന്നെ മാസങ്ങൾ, അതായത് ഏകദേശം ഒരു വർഷത്തോളം എടുക്കേണ്ടി വന്നു CPM-ന്. കാരണം അവിടെ പാർട്ടി സെക്രട്ടറി ആയിരുന്ന നേതാവ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായി പോയതിനു ശേഷം അവിടെ ഒരു പുതിയ പാർട്ടി സെക്രട്ടറിയെ തിരഞ്ഞെടുക്കാൻ വളരെയധികം പണിപ്പെടേണ്ടി വന്നു CPM നേതൃത്വത്തിന്, പ്രത്യേകിച്ച് ജില്ലാ നേതൃത്വത്തിന്. ഇപ്പോൾ ഇതാ സമ്മേളനങ്ങൾ നടക്കുന്ന സമയമാണ്. ഈ സമ്മേളനങ്ങൾ നടക്കുന്ന സമയത്ത് CPM-നകത്ത് പ്രത്യേകിച്ചതായി മംഗലാപുരത്താണ് ഇപ്പോൾ അതിശക്തമായ വിഭാഗീയത റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് നമ്മൾ കാണുന്നത്. ഈ മംഗലാപുരത്ത് അവിടുത്തെ പാർട്ടിയുടെ ഏരിയ സെക്രട്ടറി ആയിരുന്ന മുല്ലശ്ശേരി മധുവിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാൻ പാർട്ടി ജില്ലാ സെക്രട്ടേറിയറ്റ് തീരുമാനിച്ചിരിക്കുന്നു, ശുപാർശ നൽകിക്കഴിഞ്ഞു. ഇനി അത് പാർട്ടി ഏരിയ സെക്രട്ടറി നടപ്പിലാക്കിയാൽ മതി എന്ന അവസ്ഥയിലേക്ക് പോകുന്നു. അതായത് ഇന്നലെ വരെ പാർട്ടിയുടെ മംഗലാപുരം ഏരിയ സെക്രട്ടറി എന്ന പദവിയിൽ ഇങ്ങനെ വിലസിയ മുല്ലശ്ശേരി മധുവിനെ പാർട്ടി തൂക്കിയെടുത്ത് വെളിയിൽ കളയുന്നു. അവിടെ അയാളെ ഇനി പാർട്ടിയിൽ വെച്ചുകൊണ്ടിരിക്കാൻ കഴിയില്ല എന്ന അവസ്ഥയിലേക്ക് CPM എത്തുന്നു. എന്താണ് സംഭവിച്ചത്? പാർട്ടി സമ്മേളനത്തിൽ, ഏരിയ സമ്മേളനത്തിൽ വല്ലാത്ത വിഭാഗീയത ശക്തമായി. അദ്ദേഹത്തെ പാർട്ടിയുടെ ഏരിയ സെക്രട്ടറി സ്ഥാനത്തു നിന്നും പുറത്താക്കുകയും പുതിയ ഏരിയ സെക്രട്ടറിയെ തിരഞ്ഞെടുക്കുകയും ചെയ്തതിൻ്റെ പശ്ചാത്തലത്തിലാണ് സംഭവിച്ചത്. അദ്ദേഹം പറഞ്ഞത്, ഈ മുല്ലശ്ശേരി മധു പറഞ്ഞത്, വി ജോയി ഒരു പണക്കാരുടെ നേതാവാണ്, അദ്ദേഹത്തിന് സാമ്പത്തികമായ ഒരുപാട് കുഴപ്പങ്ങളുണ്ട്. മാത്രമല്ല അദ്ദേഹം ഈ വിഭാഗീയത ശക്തമാക്കുന്നു. അദ്ദേഹം ജില്ലാ സെക്രട്ടറി ആയതിനു ശേഷം അദ്ദേഹത്തിന് താല്പര്യമുള്ളവരെ മാത്രം പാർട്ടിയിൽ നിർത്തിക്കൊണ്ട് വിഭാഗീയത ശക്തമാക്കുന്നു. പല സമയത്തും ഏരിയ കമ്മിറ്റി യോഗങ്ങൾ കൂടാൻ പോലും സാധിക്കാത്ത തരത്തിൽ വിഭാഗീയത ശക്തമായിരുന്നു. അത് ജോയിയുടെ ഒരു പ്രത്യേക താല്പര്യപ്രകാരമാണ് കുറെ പേരെ പ്രത്യേകിച്ച് നിർത്തിക്കൊണ്ട് ചെയ്തത് എന്ന് പറയുന്നുകൊണ്ട് ഈ മുല്ലശ്ശേരി മധു എന്നാണ്. പക്ഷേ നമ്മൾ ഇത് പറയുമ്പോൾ തൊട്ടപ്പുറത്ത് അതായത് കൊല്ലം ജില്ലയിൽ അവിടെ ഏരിയ സമ്മേളനവുമായി ബന്ധപ്പെട്ട് അവിടുത്തെ പ്രവർത്തകർ ഏറ്റവും അധികം പുറത്തിറങ്ങുകയും പ്രകടനം നടത്തുകയും നേതാവിനെതിരായിട്ട്, അതായത് ഉണ്ണി എന്ന ഏരിയ സെക്രട്ടറിക്ക് പകരം സലാം എന്ന ഒരു ഏരിയ സെക്രട്ടറിയെ നിയമിച്ചപ്പോൾ അത് അനിയൻ ബാബയും ചേട്ടൻ ബാബയുമാണ്, ഇടതേ കാലിലെ മന്ത് വലതേ കാലിൽ വെച്ചതുപോലെയാണ്. മാത്രമല്ല ഇത് ഗോവിന്ദചാമിക്ക് പകരം അമീറുൽ ഇസ്ലാമിനെ കൊണ്ടുവന്നതുപോലെയാണെന്നൊക്കെ പറഞ്ഞ് അവിടുത്തെ ആൾക്കാർ പ്രകടനം നടത്തുകയും ആ പ്രകടനം നടത്തി ആ വിഷയം ഇടപെടാൻ വേണ്ടിയിട്ട് സാക്ഷാൽ പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദൻ തന്നെ അവിടെ വന്ന് കാര്യങ്ങൾ തീരുമാനിക്കാനും ഇതൊരു ഒറ്റപ്പെട്ട സംഭവമാണെന്നും ഈ ഒറ്റപ്പെട്ട സംഭവം പാർട്ടിയിൽ ഇനി വച്ച് വാഴിക്കില്ല എന്നും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് മംഗലാപുരം ഏരിയ സമ്മേളനത്തിൽ ഒറ്റപ്പെട്ട സംഭവം വീണ്ടും ആവർത്തിച്ചിരിക്കുന്നത്. എന്തായാലും ഞാനൊരിക്കൽ ഈ മംഗലാപുരത്ത് ചെന്നപ്പോൾ ഞാൻ ഒരു കടയുടെ ഉദ്ഘാടനം, ഞാനൊരു അനുഭവം പറയുകയാണ്. ആരാണ് ഈ പാർട്ടിക്കകത്ത് ഈ പണക്കാരുടെ ആളാണ് പാർട്ടി സെക്രട്ടറി എന്നൊക്കെ ഏരിയ സെക്രട്ടറി പറയുന്നുണ്ട്. അത് ഒരുപക്ഷെ ശരിയും തന്നെ അറിയും. പക്ഷേ എൻ്റെ ഒരു അനുഭവത്തിൽ ഞാൻ കണ്ടത്, അവിടെ ഒരു കടയുടെ ഉദ്ഘാടനം, എനിക്ക് വേണ്ടപ്പെട്ട ഒരു കൂട്ടുകാരൻ്റെ കട ഉദ്ഘാടനം ചെയ്തപ്പോൾ അവിടെ ഒരു ആൾ ഒരു പ്രധാന അതിഥിയായിട്ട് അവിടെ വരുന്നു. നല്ല വെള്ളയൊക്കെ ഇട്ട് അലക്കി തേച്ച ഷർട്ടുമൊക്കെ ഇട്ടിട്ട് ഒരു പുതിയ ഇന്നോവ കാറിലാണ്, വളരെ ഗംഭീരമായ ഒരു ഇന്നോവ കാറിലാണ് വന്നിറങ്ങി അദ്ദേഹം കടയുടെ ഉദ്ഘാടനത്തിനൊക്കെ അവിടെ നിന്ന് വലിയ ആൾക്കാരൊക്കെ ഓടിച്ചെന്ന് അദ്ദേഹം സംസാരിക്കുന്നു. അയാൾ ഒരു വല്ലാത്തൊരു അന്തരീക്ഷം അവിടെ ഉണ്ടാക്കുന്നു. എന്നിട്ട് അതെല്ലാം കഴിഞ്ഞ് കട ഉടമയെ കണ്ട് നല്ല വിഷയമൊക്കെ ചെയ്തിട്ട് അദ്ദേഹം തിരിച്ചിറങ്ങി പോകുന്നു. ഇതേപോലെ ഇന്നോവ കാർ വന്ന് കടയുടെ മുന്നിൽ വന്ന് നിൽക്കുന്നു. ഇന്നോവ കാറിൽ ഡോർ തുറന്ന് അദ്ദേഹം കയറി പോകുന്നു. അപ്പോഴാണ് ഇത് ആരാണ് എന്ന് എനിക്കൊന്നും പിടിയിട്ടില്ല. ഞാൻ അങ്ങനെ അന്വേഷിച്ചപ്പോൾ അത് പാർട്ടിയുടെ ഏരിയ കമ്മിറ്റി സെക്രട്ടറിയാണ്, CPM-ന്റെ ഏരിയ കമ്മിറ്റി സെക്രട്ടറി ആണെന്നാണ് ആ കട ഉടമ എന്നോട് പറഞ്ഞത്. ഞാൻ അറിയാതെ കുറച്ചു നേരം ഇങ്ങനെ ആലോചിച്ചു. അദ്ദേഹം ആ കാറ് കടന്നു പോകുന്ന നോക്കി നിന്നുപോയി. CPM എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു ഏരിയ സെക്രട്ടറി ഇത്തരത്തിൽ ഒരു പകിട്ടോടുകൂടി വന്നിറങ്ങുന്നെങ്കിൽ ഈ പാർട്ടി ഇനി അങ്ങോട്ട് പോകുമ്പോൾ എന്തായിരിക്കും അവസ്ഥ? ഇദ്ദേഹത്തിനെ പോലുള്ളവർ പാർട്ടി നേതൃത്വത്തിൽ വന്നാൽ എന്തായിരിക്കും അവസ്ഥ? എനിക്ക് തോന്നിപ്പോയിട്ടുണ്ട്.
അതൊരു പ്രതീകം തന്നെയാണ്. കാരണം ഞാനിപ്പോൾ മുല്ലക്കര മധു എന്ന് പറയുന്ന പാർട്ടി പുറത്താക്കാൻ തീരുമാനിച്ചിരിക്കുന്ന വ്യക്തിയോടൊപ്പം നിന്നുകൊണ്ടോ ആ വ്യക്തിക്ക് എതിരായിട്ടോ സംസാരിക്കുക, പക്ഷെ അതൊരു പ്രവണതയാണ് ആ CPM-നകത്ത്. വി ജോയ് അതിനേക്കാളും വലിയ പകിട്ടും അതിൻ്റെ അഹന്തയും അതിൻ്റെ ധാർഷ്ട്യവും കാണിക്കുന്ന ആൾ തന്നെയാണെന്നാണ് പല പാർട്ടി പ്രവർത്തകരും എന്നോട് പറഞ്ഞിട്ടുള്ളതും. അദ്ദേഹം മുമ്പ് ചെറിയൻകീഴ് പാർട്ടി പ്രവർത്തനം ധരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ചില സ്വഭാവങ്ങളും പലരും നമ്മളോട് പറഞ്ഞിട്ടുള്ളതും നമുക്കറിയാം. എന്തായാലും CPM-നെ സംബന്ധിച്ചിടത്തോളം അവിടെ ഈ വിഭാഗീയത തിരുവനന്തപുരം ജില്ലയിൽ വീണ്ടും ശക്തമാകുന്നു. പാർട്ടി സെക്രട്ടറിയെ തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് പോലും മാസങ്ങളോളം കാത്തിരിക്കേണ്ടി വരികയും പരസ്പരം തർക്കിക്കുകയും ഒക്കെ ചെയ്തിട്ട് അവസാനം ഒരു ഒത്തീർപ്പ് സ്ഥാനാർത്ഥി എന്നുള്ള നിലയിലാണ് MLA കൂടിയായ വി ജോയിയെ പാർട്ടി സെക്രട്ടറി ആക്കി വെച്ചിരിക്കുന്നത്. ആ പാർട്ടി സെക്രട്ടറിക്കെതിരായിട്ടാണ് ഇപ്പോൾ ഒരു ഏരിയ കമ്മിറ്റിയിൽ നിന്നും ഏരിയ സെക്രട്ടറി ഇറങ്ങി പോവുകയും അത് വലിയൊരു വിഭാഗീയതാവും ചെയ്യുന്നത്. എന്തായാലും പാർട്ടി തീരുമാനിച്ചിരിക്കുന്നത് ഇയാൾ ഇനി BJP പോയാലും ഞങ്ങൾക്കൊരു പുല്ലുമില്ല എന്ന തരത്തിലാണ് ഇപ്പോൾ CPM ആ നിലപാടെടുത്തിരിക്കുന്നത്. അതായത് ഈ മുല്ലശ്ശേരി മധു എന്ന് പറയുന്നത് BJP പോയാലും പ്രശ്നമില്ല എന്ന അവസ്ഥയിലാണ്. സന്ദീപ് വാര്യർ എവിടെ പോയാലും പ്രശ്നമില്ല എന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞ അതേ ടോണിലും അതേ നിലവാരത്തിലുമാണ് ഇപ്പോൾ പാർട്ടി ജില്ലാ നേതൃത്വം പറഞ്ഞിരുന്നത്. ഇയാൾ പോണെങ്കിൽ പോട്ടെ, BJP-യിൽ പോണെങ്കിൽ പോകട്ടെ എന്ന്. എന്തായാലും ഒരു വല്ലാത്ത ചലനമായിരിക്കും CPM-ന് തിരുവനന്തപുരം ജില്ലയിലും സംസ്ഥാന തലത്തിലും ഉണ്ടാകുന്നത്. സ്വാഭാവികമായിട്ടും സംഭവിക്കേണ്ട ചില എന്തു പറയാം പ്രവണതകൾ, അതായത് മോശമായ പ്രവണതകൾ, ഒരു ജീർണതയുടെ ചില ചലനങ്ങൾ സ്വാഭാവികമായിട്ട് സംഭവിച്ചേ പറ്റൂ എന്ന അവസ്ഥയിലേക്കാണ് CPM പോകുന്നത്. അത് കാലഘട്ടത്തിൻ്റെ ആവശ്യമായി അനിവാര്യതയായി, കമ്മ്യൂണിസ്റ്റ് ഭാഷയിൽ തന്നെ കാലഘട്ടത്തിൻ്റെ അനിവാര്യതയായി മാറുന്നു എന്നാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്.